Hello, welcome to Shahi Effect. I take these honors in inviting Sri Govilam Gopalan sir to join the dais. അതോടൊപ്പം തന്നെ Govilam Movies I would say a strong pillar, strength, the executive producer, Krishnamurthy sir, round of applause. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കഥ കേൾക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ദാറ്റ് ഈസ് കൃഷ്ണമൂർത്തി സർ. ഫോർ ഷുവർ അദ്ദേഹം അധികം സംസാരിക്കാറില്ല, പക്ഷെ അതാണ് അദ്ദേഹത്തിന്റെ ഒരു പവർ ലൈൻ. ഹീസ് ഫുൾ ടൈം വിത്ത് ഗോപാലൻ സർ, സോ ഹീസ് ഓൾസോ ദാറ്റ്. അടുത്തത് ഐ വോണ്ട് ടെൽ ഷീസ് എ ഗസ്റ്റ്. നമ്മുടെ സ്വന്തം കുട്ടിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് പഠിച്ച് വളർന്ന് ചെന്നൈയിലേക്ക് പോയി, പിന്നെ പെരുമാണ്ടിയിലേക്ക് കൂടെ വലിയ കമൽ സാർ തന്നെ വലിയ ആർട്ടിസ്റ്റ് ആക്കിയ കലാകാരിയാണ്. A huge round of applause to welcome one and only Abhirami to her hometown Trivandrum. ഞാൻ പറഞ്ഞു, ഒരു സിനിമ പാഷനേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോ ഏറ്റവും കൂടുതൽ കണ്ടുപഠിക്കാവുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യാവുന്ന ഒരു ആക്ടർ എന്ന് നിസ്സംശയം പറയാം. കാര്യം അദ്ദേഹത്തിന്റെ വഴികൾ 10-15 വർഷത്തോളം വളരെ ഡിഫറെന്റ് ആയിരുന്നു. ചെറിയ ചെറിയ സിനിമകൾ ചെയ്യും, ഒരു സിനിമയിൽ സ്ഥിരം ക്യാരക്ടേഴ്സ് ആയിരിക്കും. പക്ഷെ എപ്പോ കാണുമ്പോഴും എന്റെ സമയം എപ്പോഴാ മാറുന്നത്, എന്തെങ്കിലും മാറുമെന്ന് ചിന്തിച്ച് അതിനു വേണ്ടി തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കലാകാരൻ ഇന്ന് നിൽക്കുന്നത് ഈ സിനിമകളിൽ കമൽ സാറിന്റെ സിനിമയുടെ ഫ്രെയിമിൽ. സ്വാഗതം ചെയ്യാം ശ്രീ ജോജോനെ വേദിയിലേക്ക്. ട്രിവാൻഡ്രം. അടുത്തൊരാളെ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും പൊന്നീൻ സെൽവന്റെ ഒരു ടൈമിലേക്ക് ഞാൻ വിളിക്കും. പൊന്നീൻ സെൽവന്റെ പ്രൊമോഷൻ ടൈമില് മണിസാറ വന്നപ്പോ അന്ന് കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് തഗ് ലൈഫില് തഗ്ഗാണോ ആ ക്യാരക്ടർ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ജെസ്സിയാണ്, നമ്മുടെ ജാനു ആണ്, നമ്മുടെ കുന്തവിയാണ്, നമ്മുടെ എല്ലാം ആണ്. അതങ്ങനെയാണ്. അതായത് ഇവിടെ ഇപ്പൊ ഇത്ര ലൈറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും അല്ലാതെ തന്നെ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി തിളങ്ങും. The charmer, the muse, the one and only Trisha Krishnan, once again back to Trivandrum for Thug Life. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ മഹാനടനിലേക്ക് ഒരു കാര്യം വളരെ അഭിമാനത്തോടെ നമുക്ക് എല്ലാവർക്കും പറയാം. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് സിനിമ അദ്ദേഹത്തോടൊപ്പം തന്നെ കാണാൻ പറ്റുകയും ആസ്വദിക്കാൻ പറ്റുകയും ആഘോഷിക്കാൻ പറ്റുകയും ചെയ്യാൻ ഭാഗ്യം ചെയ്ത കുറെ ആളുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇവിടെ ഒപ്പം ഉള്ളവരും ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും. സിനിമ മാറും, കാലഘട്ടം മാറും, ആളുകൾ വരും, താരങ്ങൾ മാറും. പക്ഷേ കമൽ ഹാസൻ എന്ന പേര് എന്നും ഒന്ന് തന്നെ ആയിരിക്കും. ആ തട്ട് എന്നും താണു തന്നെ ആയിരിക്കും. Ladies and gentlemen, a huge round of applause to welcome the living legend, the iconic, the maverick, Dr. Padma Bhushan Kamal Haasan sir. അത് ഞാൻ ഗോപാലൻ സാറിലേക്കാണ്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഏറ്റവും പ്രിയപ്പെട്ട കമലഹാസൻ, അഭിരാമി, ജോജോ, കൃഷ്ണമൂർത്തി, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ സന്തോഷകരമായ മുഹൂർത്തമായി ഞാൻ കാണുകയാണ്. കാരണം ഏറ്റവും നല്ല തമിഴ് ചിത്രം അത് കേരളത്തിൽ കൊണ്ടുവരുവാനുള്ള സന്ദർഭം എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ പൊന്നിയിൻ സെൽവം എന്ന ഒരു പടത്തെ ആദ്യം ഇവിടെ ക്ഷണിച്ചപ്പോൾ അന്ന് കമലഹാസനും ദൃശ്യം എല്ലാവരും ഇവിടെ വന്നിരുന്നു. അപ്പോ സംസാരത്തിൽ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങള്, ഏറ്റവും നല്ല പടങ്ങള് ഈ കേരളത്തിൽ കൊണ്ടുവന്ന അത് രുചിക്കാനും ആസ്വദിക്കാനുള്ള ഒരു മലയാളി ബേസ് നമുക്കുണ്ട് എന്നതാണ്. രണ്ടാമത് കമലഹാസനെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം MP ആയിരിക്കുകയാണ്. കേരളത്തിൽ തമിഴ്നാട്ടിലെ ഏറ്റവും മഹത്തായ കാര്യം MP ആയി മാറിയിരിക്കുകയാണ്. ഇന്നലെ പരിപാടി വളരെ ആഘോഷമായിരുന്നു തമിഴ്നാട് മുഴുവൻ. സന്തോഷമാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു ജനങ്ങളെ പിന്തുണ, അതായത് ജനങ്ങൾ സ്നേഹിക്കുന്ന
നായകൻ ഇവിടെ ഒരു MP ആയി മാറുമ്പോൾ കഥാരംഗത്തിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ലോകസഭയിൽ എത്തിക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് കമലഹാസൻ. മാത്രമല്ല 6 വയസ്സുകൊണ്ട് ഈ സിനിമാ ലോകത്തില് അതിശയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കമലഹാസൻ. കാരണം ഒരു ഇതിഹാസമാണ് അദ്ദേഹത്തിന് എനിക്ക് പറയാൻ. കാരണം ഞാൻ വളരെ ചെറുപ്പം 40 കൊല്ലം മുമ്പേ മദ്രാസിൽ നിന്ന് അദ്ദേഹത്തെ കണ്ടുകൊണ്ട് വളർന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ടേസ്റ്റ്, അദ്ദേഹത്തിന്റെ ഒരു കഴിവുകൾ, അദ്ദേഹത്തിന്റെ എല്ലാ രീതിയിലുള്ള കഴിവുകൾ നമ്മൾ എടുത്തു പറയുന്നതാണ്. കാരണം പുതിയൊരു തലമുറയ്ക്ക് ഏറ്റവും ഒരു മഹത്തായ ഒരു ഉദാഹരണമായ ഒരു ഉദാഹരണമാണ്. ഒരു അത്രയും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ. അദ്ദേഹം പിന്നെ നമ്മളെ ഡയറക്ടർ മണിരത്നം ദൃശ്യമെല്ലാം കൂടി ചേർന്നുള്ള ഒരു പടത്തിൽ ഇവിടെ കേരളത്തെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ എനിക്കൊന്നു മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഇതിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ പ്രേക്ഷകർ ഉണ്ടാക്കണം. നമ്മുടെ നാട്ടുകാർ അതിനെ സ്വീകരിക്കുന്നവരാണെന്ന് എനിക്ക് എല്ലാവരും അറിയാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. ആൻഡ് കൃഷ്ണമൂർത്തി സർ, കൃഷ്ണമൂർത്തി സർ സംസാരിക്കില്ല. ഇനി നമുക്ക് അഭിരാമിയിൽ നിന്ന് 2 വാക്ക് കേൾക്കാം. അഭിരാമി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ജന്മനാടായ തിരുവനന്തപുരത്തിലേക്ക് തിരിച്ച് എത്തിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതെ, ഡെഫിനറ്റ്ലി ട്രിവാൻഡ്രമിനൊരു കൈയടി കൊടുക്കാം. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ പിച്ച വെച്ച് തുടങ്ങിയത് ഇവിടെയാണ്. TV-യിൽ നിന്ന് തുടങ്ങി മലയാള സിനിമ, പിന്നെ തമിഴ്, കന്നഡ, തെലുങ്ക്, അങ്ങനെ നിരവധി സിനിമകളിൽ എത്താൻ കഴിഞ്ഞത് എനിക്ക് കേരളം തന്ന സപ്പോർട്ടാണ്. സോ കേരളത്തിൽ നിന്ന് ഞാൻ ആദ്യ പാഠങ്ങൾ പഠിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അഭിരാമിയായിട്ട് ഞാനിവിടെ നിൽക്കില്ല. സോ ആ ഒരു കടപ്പാട് എന്നും കേരളത്തിനോടുണ്ട്. ആൻഡ് നിങ്ങളെല്ലാവരും ട്രെയിലർ കാണുമ്പോൾ എങ്ങനെയുണ്ട്? കൊച്ചിയിലുള്ള ആൾക്കാർ ചോദിച്ചപ്പോൾ അടിപൊളിയാന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്ത് കുറച്ചുകൂടി നോയ്സ് ഉണ്ടാക്കണ്ടേ, ശബ്ദം ഉണ്ടാക്കണ്ടേ? കൊച്ചിക്കാരെ നമുക്ക് ഇച്ചിരി ഒന്ന് തോപ്പിക്കണ്ടേ? പൊളിച്ചു ഒരാൾ പറയാം, എന്താ ഭാഷ ഇല്ല, അടിപൊളി. അത് തന്നെ. സോ എല്ലാവരും June 5 പോയിട്ട് തിയേറ്ററിൽ തന്നെ തഗ് ലൈഫ് എന്ന സിനിമ കാണുക. ഒരു ആക്ടറിന് എവിടെ പോയാലും ഒരു താര ആരാധന എന്ന് പറഞ്ഞുള്ള സംഭവം വേറെ സ്റ്റേറ്റ്സിലൊക്കെ കിട്ടും. പക്ഷെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. താരത്തിനെ അല്ല, അവരുടെ ടാലന്റിനെയാണ് ശരിക്കും അവകാശം. സോ മലയാളികൾ 2 കൈ നീട്ടി സ്വീകരിച്ച ഒരാൾ ശരിക്കും അവർ ജയിച്ചു എന്ന് തന്നെ പറയാം. സോ ഇതുവരെ എനിക്ക് കിട്ടിയ സ്നേഹത്തിന് വളരെയധികം നന്ദി. ഞാനത് ഒരിക്കലും മറക്കില്ല. താങ്ക് യു സോ മച്ച്. ഈ സിനിമയെ നിങ്ങൾ അങ്ങനെ 2 കൈ നീട്ടി സ്വീകരിക്കണം. എല്ലാവരും കണ്ടാസ്വദിക്കണം. താങ്ക് യു. താങ്ക് യു സോ മച്ച് അഭിരാമി. നമുക്ക് ജോജോയിലേക്ക് പോവാം. എല്ലാവർക്കും നമസ്കാരം. തഗ് ലൈഫിൻ്റെ ഓരോ പ്രൊമോഷൻസും എക്സൈറ്റ്മെൻറ്റിലുള്ളതാണ്. കാരണം ഈ 5-ാം തീയതി വരെ ഉള്ളൂ ഈ ആഘോഷങ്ങൾ. അത് പിന്നെ ഇവരെല്ലാം കാണാനായിട്ട് നമുക്ക് കൊതിക്കേണ്ടി വരും. അപ്പോൾ ഈ ടീമിനോടൊപ്പമുള്ള ഓരോ മീറ്റിങ്ങും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചിൽ മൂഡാണ്. താങ്ക് യു. എന്താ പറയുക, ഒരുപാട് സന്തോഷമാണ്. 5-ാം തീയതി ഇറങ്ങാൻ പോകുന്ന സിനിമ. ആദ്യമായിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ തഗ് ലൈഫിൻ്റെ ഈ പോസ്റ്ററിൽ കണ്ടു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അത് ആ സിനിമയിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനിലെ ഫോട്ടോ ആണ്. അതിലും എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ലാത്ത ഒരു ഇതാണ്. പറഞ്ഞു തന്നെ ഞാൻ പറയേണ്ട വരും. ഒരുപാട് സ്നേഹം കമൽ സാറിനോടും മണി സാറിനോടും ടീമിനോടും എല്ലാവരോടും. താങ്ക് യു. Now the one and only Trisha Krishnan. Ellarkum namaskaram. Very happy to be back in Trivandrum again, and thank you Gopalan sir, good to meet you again after PS. And as inga ellarkum, I think ellarkum Tamil theriyum, so na Tamil konjam pesren. Inga ungalku ellarkum theriyum evlo we love your cinema, how much we respect Malayalam cinema. It's one of the reasons why எல்லா வருஷமும் நான் ஒரே ஒரு மலையாளம் படம் எப்படியாவது ட்ரை பண்ணுவேன் to do it. And in turn you have welcomed us always with open arms. இங்க நீங்க நம்ம படத்துல பார்க்குறீங்க, ரசிக்கிறீங்க, cherish பண்றீங்க, and I hope that Thug Life is one such film. So good to see you all again. Thank you.
Thank you so much, Krishna. Now, the one we all have been waiting. Congratulations, sir, for the new move. Ladies and gentlemen, come on, listen, sir. എല്ലാവർക്കും നമസ്കാരം. ഗോപാലൻ സാർ, വി സ്റ്റാർട്ടഡ് ആസ് ജിം മേറ്റ്സ്. ഞങ്ങൾ തുടങ്ങിയത് ഈ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത് ജിമ്മിലാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ സിനിമ മേറ്റ്സ് ആവും. വേറെ വേറെ ബിസിനസ്സിലായിരുന്നു ഞങ്ങൾ. ഇന്ന് അവിടെയും കണ്ടുമുട്ടി എന്നുള്ളത് സന്തോഷം എനിക്കുണ്ട്. ഈ സ്ട്രോങ് സപ്പോർട്ട് ഫോർ Gopalan sir and to us also. ജോജു ഇനി ഒന്നും പറയില്ല ഞാൻ ജോജുവിനെ പറ്റി. അവിടെ വെച്ച് മ്യൂസിക് ഓഡിയോ റിലീസിൽ ഞാൻ നല്ല കാര്യമാണ് പറഞ്ഞത്. പുള്ളി കറഞ്ഞു പോയി. സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഭാഷ മനസ്സിലാകാത്തവരെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ, എനിക്കറിയാണ് ഞാൻ നല്ല വാർത്തയാണ് പറഞ്ഞത്. സാർ, ഞാൻ അടുത്ത ഫംഗ്ഷനിൽ പറയണമെന്ന് വെച്ചൊരു കാര്യമാണ്. ഈ ഇന്നെ മെന്റലി ക്യൂർ ആയ പോലത്തെ ഒരു അവസ്ഥയാണ്. മെന്റലി ക്യൂർ. കാരണം ഞാൻ ഇത്ര വർഷമായിട്ട് എനിക്കിങ്ങനെ ഒരു വാക്ക് കിട്ടിയിട്ടില്ല. അതിന് വില എനിക്കറിയാം. ഈ പടം കണ്ടാൽ ഞാൻ പറയുന്നത് സത്യമാണ്, എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഐ എം നോട്ട് ഗോയിങ് ടു റീഇറ്ററേറ്റ് ദ ഫാക്ട് ദാറ്റ് ഈസ് എ ഗുഡ് ആക്ടർ. ഈ പടം കാണുന്നത് ഈ തിരുവനന്തപുരത്തുകാരിയെ ഞാൻ ആദ്യം കാണുന്നത് ഞങ്ങളുടെ പഴയ മുതലാളി സുബ്രഹ്മണ്യം മുതലാളിയുടെ ന്യൂ തിയേറ്ററിൽ വെച്ചാണ്. തെന്നാലി പത്തനാഭാഗ്യം, അത് ന്യൂ തിയേറ്ററും അദ്ദേഹത്തിൻ്റെയാണ്. ഞാൻ അവിടെ I was working as a low-level technician in Maryland studio. So upon that, I am connected to that family also. So I saw her. Jairam introduced me, and I think we were just out of college. പിന്നെ ഞാൻ അന്നലക്ഷ്മി എന്ന ഒരു പത്രം എഴുതിയപ്പോൾ എനിക്ക് ആ കുട്ടി ഓർമ്മ വന്നു. So that's how she became Annalakshmi. Now everybody calls her Annalakshmi. She named herself Abhirami after my film. After her, after Virumandi, I'm happy that her name has changed to Annalakshmi. Both are names that are dear to me. And she has that. And this lady here, already said in the audio lounge, she doesn't have a chip on her shoulder, which is very good. I'm not talking about the lady I met 10 years back, 15 years back, or 20 years back. After she became the star she is now, I didn't meet the star at all. I'm yet to meet the star. One day I'll meet her, I hope, because she's going to keep growing. And that day probably I'll say hello to the star. I know only Trisha, the lady. And now to my dearest Malayaliകൾ. ഇത് ഞാൻ ഇവിടെ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ വരുമ്പോൾ മാത്രം പറയുന്ന വാക്കുകളല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴേക്കും മനസ്സിലായി കാണും. So this is my true emotion. ഇന്ന് the Chief Minister of Kerala said, കമലഹാസൻ ഇവിടെ വീടുണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് അത്ര സന്തോഷമാണ്. This place really makes happy because I have a lot of nostalgia, lot of friends who are alive and dead. But I consider them my pathfinders, my co-passengers in a journey I've taken. It's a long journey and I've met so many good people. I'm very thankful for Kerala, will always be. I got very angry with Malayalam cinema and said certain comments. Adana in the Malayalam cinema they have become something national and international.
എനിക്ക് ഇവിടെ എത്തണം മലയാള ചിത്രങ്ങൾ എന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ദേഷ്യം കൊണ്ട് ആ വാക്കുകൾ പറഞ്ഞു പോയത്. മാപ്പ് ചോദിക്കില്ല. Because I said it out of love. So I thank you for the support. I hope this thug, like this thug, will also get the same love from me June 5th. Thank you. Take care of the thug. Thank you so much, Kamal sir. ഒരു നല്ല കൈയടി from the core of Trivandrum to the one and only Kamal Haasan sir. Now the microphone is being passed to the media. There's a humble request. Pack life for it to connect to the questions like Matram kindly. Let's do to that. So now it's open to the media. Just check microphones. ഒന്ന് കൈ ഒന്ന് റേസ് ചെയ്താൽ മതി. We'll get the mic. എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. എല്ലാവരും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ ലഭിക്കുക. Mr. Kamal Haasan, a statement by you during a promotion which said that Kannada was born from Tamil has created quite a controversy, and many Kannada groups are protesting this. There is protest happening in Karnataka, and Kannada Rakshana Vedike has said that if you don't apologize, they will be boycotting the movie Thug Life. Your reaction to that? See, they are confusing the issue. I think what I said was said out of love, and with a lot of historians who taught me language history, and I didn't mean anything. And let me tell you, Tamil Nadu is a place which has been open. I don't say that there's no other state like this, but very rare state where a Menon has been our chief minister, a Reddy has been our chief minister, Tamil has been chief minister. Then a Kannadiga Iyengar has been our chief minister from Mandya. When there was a problem in Chennai, which came from that chief minister who hailed from Karnataka, it was Karnataka who gave me support. The Kannadiga said, come here, we'll give you a house, don't go anywhere. So the people will take care of Thug Life, Kamal Haasan, and all these controversies. Politicians are not qualified to talk about language. They don't have the education enough to talk about it. That includes me. So let's leave all these very in-depth discussions to historians, archaeologists, and language experts. Both those who criticize me for this statement of love, I spoke to Mr. Shivanna. His father is like my father, elder brother, whatever you call it. We are a family, and so are the languages. If you look at it from the northern point of view, yes, what they say, according to them, is right. If you look at it from Tenkumari, then what I say is right. There's a third angle to it. That's what I said, the scholars and language experts. They will say they both are right, but they must decide where they want to belong, with their family or the languages that came from the north. That's up to you. It's a democratic question. This is not an answer. This is an explanation. Love will never apologize. Thank you. Beautiful, sir. Before we start the session, I just made a humble request as a disclaimer. Let's talk about cinema. Let's talk about entertainment. Let's talk about Thug Life. Let's celebrate cinema. Let's switch back again to Thug Life, because there are lots of thugs waiting to ask. Please. Pardon me, Kamal sir. If there are any mistake or things in my question. Yeah. Okay. My question is, in my opinion, you are the best actor in film world. But why Maniratnam sir avoid you in his film actor and Nayaga? Film lovers still remember your character
Velanaikar. How do you feel about it? So what is asking like even ഒരു ചേഞ്ചും ഞാൻ അറിഞ്ഞില്ല. കാരണം one thing that he said in a meeting, they said, I made the film for Gen Z. He said, I am Gen Z. He told, I think when you have a director like that, I think I moved forward. And at least he has left Nayakan behind. We are happy, we are not complaining. You still remember Nayakan, but we like to forget and move on because we will get caught in nostalgia, drowned in nostalgia. We can't afford it. We can't swim that well. പഴയ സിനിമകളൊക്കെ മറന്നു വരാൻ പറ്റുമോ? എന്തോ അല്ല, ഓൾഡ് മറന്നിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. മൈക്കിൽ ചേർത്ത് പിടിച്ച് പറയാം. ഇല്ല. അല്ല പറഞ്ഞോ, കുഴപ്പമില്ല. ഓൾഡ് ഫിലിംസ് അല്ല, അതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് വരാൻ പറ്റുമോ? അത്രയ്ക്ക് നല്ലതല്ലേ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചതാ. ഒരു മലയാളത്തിലേക്ക് എന്നാണ് ഉദ്ദേശിച്ചത്. അതല്ല, പഴയ പടങ്ങൾ ആർക്കും മറക്കാൻ പറ്റില്ല. സോ ഓൾഡ് സിനിമാസിന്റെ ഒരു എന്താ പറയാ, ആ ഒരു വിന്റേജ് ക്ലാസ്സിലേക്ക് തിരിച്ചു വരുന്നത്, ആ ലെവൽസ് ആണ് സാർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ളൊരു ദാറ്റ് ഈസ് വാട്ട് ഈസ് അവിടെ ഒരു മൈക്ക് കൊടുക്കുന്നത് പേഴ്സണൽ റെസ്പെക്ട്സ് ചോദിച്ചോളൂ. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. പേര് അരുൺലാലാണ്. സാറേ, ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലം മുതൽ സാറിൻ്റെ സിനിമകൾ കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോൾ ഇതുവരെയുള്ള സാറിൻ്റെ സിനിമ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായി തഗ് ലൈഫ് എന്നുള്ള മൂവിയിൽ സാർ എന്തെങ്കിലും വെല്ലുവിളി നേരിട്ടിരുന്നു ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ? ബാക്കിയുള്ള സിനിമയിൽ നിന്ന് തഗ് ലൈഫിലെ ആ ഒരു ക്യാരക്ടറിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമുണ്ടെങ്കിൽ അതെന്താണ് ആ ഘടകം? Oh, every film is a challenge, and especially when you add another director like Maniratnam and a story which is so interesting like that, it becomes a challenge. Fortunately, he included me in the cooking of the story, and I gave him an idea. Most of the time, I was cutting vegetables and helping him make it more tastier. That's what I did, and that I call a true collaboration. It doesn't matter, positions didn't matter for both of us. And only in the set we take positions. When we are alone, we are students of cinema, children of cinema. He is also a child of cinema. His father was the producer who produced films with Shivaji Saab and many more. He is called Mr. Ratnam. That's why he's called Maniratnam. He produced the famous film Uttamaputram and all that. So we are both children of cinema. We love it, and that's how we see each other as. ഈ ഒരു ക്യാരക്ടർ നേരിടാൻ സാർ എന്തെങ്കിലും ഒരു വെല്ലുവിളി നേരിട്ടിരുന്നോ? Yes, but there was so much help. Good actors with you, good makeup artists, costume designer, and fantastic director, and great music. I don't have to anymore explain to you why I say it's great. You heard it, so I'm not going to reiterate. And of course, I love to join the crowd and cheer a great music director like A. Rahman. And he has done an excellent job. He gave us more than we could actually consume in the food. That's how much good the music is. Today is a special day for you because you have been nominated to become an Rajya Sabha MP. So, what can we expect from you as a member of Parliament? Can you answer in Malayalam? Okay. നിങ്ങളുടെ വോയിസ് അവിടെ കേൾക്കും, അത് എൻ്റെ വോയിസ് അല്ല. നിങ്ങളാണ് എനിക്ക് ഡബിങ് പ്രോഗ്രാം. I will move my lips, the language will be yours. Of the people, Malayalam, Tamil, Telugu, Kannadam, Hindi എന്നൊന്ന് ഞാൻ നോക്കുന്നില്ല. Of the people, that language will always win. From Buddha to Christ to Gandhi to anybody on the streets today, they will understand that language. And I will speak that language. And please prompt me if I forget something. I'll speak for you.
That's why I'm doing that. Beautiful, sir. Any more questions? സാർ വളരെ റീസെൻ്റ്ലി ജോസിയേട്ടനെ അപ്രീഷിയേറ്റ് ഉണ്ടായിരുന്നു ആസ് എൻ ആക്ടർ ഡയറക്ടർ. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് വളരെ പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. അതുമാത്രമല്ല ഫൈനലി പുള്ളിക്ക് ഡിസേർവ് ചെയ്യുന്നൊരു അപ്രിസിയേഷൻ കിട്ടി എന്ന് നമുക്ക് തന്നെ തോന്നി. അപ്പോൾ പുള്ളി ഒരു ഡയറക്ടർ ഡെബ്യൂട്ട് ചെയ്തു. അത് അടിപൊളി സിനിമയായിരുന്നു മണി എന്ന് പറയുന്നത്. So if he's planning to make a second movie as a director, and if he calls you for like an actor ആയിട്ട് ക്ഷണിക്കുവാണെങ്കിൽ will you? അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് കോമഡി ഫിലിമാണ്. ഈ അത് എന്തെങ്കിലും ഡിസ്റ്റർബ് ആകുമെന്ന് പറഞ്ഞിട്ട് ഈ പിക്ചറിൽ വിളിക്കില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്റെ പൊന്നടേ എന്റെ പണികളെ. One more question. Many talking like ഈ ഒരു പ്രൊമോഷണൽ രീതി ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ചുമ്മാ കുറേ പ്രൊമോഷണൽ ഈവൻറ്റ്സ് നടത്താതെ സംഭാഷണങ്ങളിലൂടെ ആൾക്കാരിലൂടെ ഇതിൻ്റെ കണ്ടന്റും പടം എന്താണെന്നൊക്കെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊമോഷണൽ ആസ്പെക്റ്റ് അല്ലാതെ ജനങ്ങൾ മീറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ ആയിട്ട് സിനിമയെ കുറിച്ച്? So what you're telling is like cinema community, സിനിമയിൽ കൂടെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇങ്ങനെ അല്ല എപ്പോഴും we say something special in any movie that I try to do. Sometimes my voice is clear, my accent is legible, and my flow is correct. Sometimes it's not correct, so you don't understand. That's my fault. But in this film, I think many experts have joined hands to make you see our point of view. This is our point of view about life of crime and the thugs involved in it. So we'll sum it up. Okay, that's the last one from there. Yeah, please. What is the message behind Thug Life? What is the message behind Thug Life, this film? Sir, I'm an actor. I leave it to Postman and Twitter. The final one, sir. Okay, please. ജോർജ് ചേട്ടാ കമൽ സാർ SKR തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ ചേട്ടൻ എന്നെ സംബന്ധിച്ച് തഗ് ലൈഫ് എന്നുള്ള സിനിമ ഒരു നമ്മൾ ഇവിടെ മലയാളത്തിൽ അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മൾ ആ വേഷം അഭിനയിക്കാനുള്ള കൊതിയും അത് എൻ്റെ ഒരു പെർഫെക്ഷനൊക്കെ ചിന്തിക്കും, ഹോംവർക്ക് ചെയ്യാൻ പോകും. പക്ഷേ ഈ സിനിമ തീർച്ചയായിട്ടും ഞാൻ അവിടെ പോയത് കമൽ സാറിനെ കാണാൻ, മണി സാറിനെ കാണാൻ, തൃശ്ശൂർ ഈ വലിയൊരു ഗ്രൂപ്പിൻ്റെ ഇതൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ വർക്കിനെ കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞത് ഞാൻ എപ്പോഴും മണി സാറിൻ്റെ അടുത്തും അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനെ ചോദിക്കും എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. കാരണം എനിക്ക് തന്നെ എൻ്റെ എക്സൈറ്റ്മെൻറ്റിൻ്റെ മേലെയല്ല ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമയും ഇതും എൻ്റെ ജന്മസാഫിൽ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു പരിപാടിയാണ്. And to sum it up, and Krishna, I'll just wind it up with one question to you. So, how was it actually working again with Kamal sir? And Kamal sir also again connected to that. In your real life, what is that thug within you which keeps on fighting? Thankfully, I met Kamal sir very, very early in my career. So I know his style of working, and we've done 3 films before this. So for me, coming back to Thug Life was firstly very exciting because it's Manisa and Kamal sir, just like the rest of you all. I was in anticipation of how is it going to be, what's going to be next. And Kamal sir is one of the most selfless and generous actors, and he will make sure somehow or the other, whatever the character might be, he draws you towards it and he makes you give it a 100%. And when you're surrounded by such a genius, you feel like doing your best. So he's my space of comfort, and I always love to work with him because I know that I will do my best in that particular film. നിങ്ങൾ സംസാരിക്കുമ്പോൾ മലയാളത്തിലാണോ സെറ്റിൽ സംസാരിക്കുക തമിഴിലാണ്? You talk Malayalam in the sets or like Tamil in the set by talking to Kamal sir? Like
Kamal sir can speak it all, but we speak in English and Tamil. Yeah. And actually, I have to say this, I picked up, I'm not saying I'm an expert in Tamil also, but a lot of the good Tamil that I speak is thanks to him and his coaching during dubbing. And Kamal sir, what is The fight of a thug. Well, I'm an artist, I began as an artist and I wanted to reach more. I think when I reacted to thugs, I became a thug. Well, ladies and gentlemen, we're just rounding up this session. A huge round of applause to these legendary artists for joining here for the press meet. We'll have a photo session and also like to join Sujit from the Dream Big Films to start to join for a photo session. We all will go for a photo with the media. Yeah. And this is from the team Thug Life. June 5th, നിങ്ങളുടെ മുന്നിലേക്ക് Thug Life എത്തും. The thugs of the industry are taking the picture, the other thugs are there on this side. Google them, yeah. Okay, let's see the picture, yes, please. Thank you so much. We request everyone to join the grand event over there too. And also, there is a photographer who is over here who had rare pictures of Kamal sir. His name is Gopalakrishnan. I would request to kindly come and hand it over. Kamal sir has rare pictures in the collection of the Sri Gopalakrishnan. Kamal sir ശരിക്കും ട്രിവാൻഡ്രം മെമ്മറീസ് ഉണ്ട്, ഫ്രം ന്യൂ ടു മാരിലാൻഡ് ടു ഡാൻസ് മാസ്റ്റർ ടു മധു സർ. दो दीवाने प्यार में with Devanand sir and Kamal sir. എല്ലാവരും തിയേറ്ററിൽ തഗ് ലൈഫ് ആയിട്ട് കമൽ സാറിനെ കാണാം. ഞങ്ങളിപ്പോൾ എല്ലാവരും നമ്മുടെ മെയിൻ ഇവന്റിലേക്ക് വരുന്നുണ്ടാവും, നിശാഗന്ധിയിലേക്ക്. സോ വി വിൽ ഹാവ് എ ക്ലോസർ ലുക്ക് ഓഫ് the whole crew over there. So thank you sir. I would request you to say something and we'll discuss. Just say you're allowed to media. Okay, he wants me to wind up because he can build it up. Why can't I need a guy like me? So, no, I enjoyed it. So, I look forward to seeing you all in the theaters to watch this film. Please do. I mean, it will be available on other platforms, but don't wait. Thank you. Guys, a round of huge applause. That's it. We'll see you there in Nishagandhi. Thank you, Kamal. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.